ഹായ്, എല്ലാവർക്കും മോംസ് ബൈ ഒഫീഷ്യലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു ചെറിയ ട്രക്കിങ്ങിന് പോവാണ്. ട്രയൽ ട്രക്കിംഗ് ആണ് കേട്ടോ. നമ്മള് സമ്മർ സ്റ്റാർട്ട് ചെയ്തപ്പോ ട്രക്കിങ് തുടങ്ങുന്നതാണ്. അപ്പൊ കുട്ടികളെ കൊണ്ട് ആദ്യമായിട്ട് പോവാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ട്രയൽ ട്രക്കിംഗ് ആണ്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. ടെന്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു മാറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രൂട്ട്സോ പിന്നെ എന്തെങ്കിലും കട്ട് ചെയ്യാനോ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കത്തി, പിന്നെ ഇതിൽ കുറച്ച് ടൂൾസ് ആണ് കേട്ടോ നമ്മളെ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം ഗിംബല്. ഇത് നമ്മളിപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ കൺമണിക്കുട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇവള് കിൻഡർ ഗാർഡനിൽ നിന്ന് ട്രക്കിങ്ങിന് മുമ്പ് കൊണ്ടുപോകുന്ന സാധനമാണ്, ട്രിപ്പിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ ചൂടെടുത്തേക്കാം, അപ്പൊ അത് കാരണം അവർക്ക് 2 ഷോർട്സ് അങ്ങനത്തെ 2 ഡ്രസ് എടുത്തിട്ടുണ്ട്. പിന്നെ കാശ് ബേബിക്ക് ഡയപ്പർ മുഖ്യമീലെ, അപ്പൊ ഡയപ്പർ, പിന്നെ വെറ്റ് വൈപ്സ്, പിന്നെ സ്നാക്സ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പ്രിങ്കിൾസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മള് ബ്രെഡ്, പീനട്ട് ബട്ടർ എന്തെങ്കിലും വരട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതെടുത്തിട്ടുണ്ട്. കുറച്ച് ആപ്പിളും, പിന്നെ അതുപോലെ നമ്മൾ വേസ്റ്റ് അവിടെ അവിടെ ഒന്നും അങ്ങനെ ഇടാനൊന്നും പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കവറുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. ഇത് നമ്മൾ ശരിക്കും നമ്മള് കുട്ടികളെ കൂട്ടിയിട്ട് ട്രക്കിങ്ങിന് ആദ്യമായിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അവരെ കൊണ്ട് പോകുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റത്തെ ഒരു ട്രയൽ ആയിട്ട് ഈ പോകുന്നത്. ഇത് സക്സസ് ആയ നമ്മള് വലിയ ട്രക്കിങ്ങിന് പോകുന്നതായിരിക്കും. തിരിച്ചോ ഡ്രൈവർ ജിഷ്ണങ്കളാണ്. ജിഷ്ണങ്കളിൽ നിന്നൊരു സ്പെഷ്യൽ ഡേ കൂടെയാണ് കേട്ടോ. എന്താണെന്ന് പറയൂ ജിഷ്ണങ്കളെ. അതെ, ജിഷ്ണങ്കള് ഇന്ന് മുതൽ എൻഗേജ്ഡ് ആണ്, നോട്ട് സിംഗിൾ. മണകരം തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണിത്. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, പൊളിപ്പൊളി സ്ഥലം. കുതിരകള്, കുതിര ബേബീസിനെ കണ്ടോ നീ അന്ന്? ഹെസ്ത എന്ന് പറഞ്ഞാല് നോഷ്കില് കുതിരനെ പറയുന്ന പേരാണ് കേട്ടോ, ഹെസ്ത. ആൾക്കാർ കുറേ പേര് ഈ റൂട്ടിലോട്ട് പോകുന്നുണ്ട്. ഇത് വാക്കിങ്ങിന് വേണ്ടി പോവാണ്. നമ്മൾ കുറച്ചും കൂടി വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. നമ്മൾ ആക്ച്വലി പോകുന്ന സ്ഥലത്തേക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ അങ്ങ് നടന്നു പോവാണ് നമ്മൾ ചെയ്യുക. നമ്മൾ കാണിച്ചു തരാം നമ്മളെങ്ങനെയാണ് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ പ്ലാൻ എന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. പാർക്കിംഗ് കിട്ടി. നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുന്നു, ഇറങ്ങുന്നു, പോകുന്നു.
നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മളതേ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇവിടെ നിന്ന് തൊട്ടിട്ട് അങ്ങോട്ടേക്ക് വണ്ടികളൊന്നും പോകൂല, നമ്മൾ നടന്ന് തന്നെ പോകണം. ഇവിടെ നടക്കാൻ വരുന്നവരും കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ നടക്കാൻ വരുന്നവര്, ജോഗിങ്ങിന് വരുന്നവര്, ഡോഗ്സിനെ കൊണ്ട് നടക്കാൻ വരുന്നവര്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ അവരൊക്കെ കടന്ന് 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 അങ്ങ് ഉള്ളിലേക്ക് പോകും. ഈ ഒരു കാണുന്ന ഈ ലേക്കില്ലേ, വലിയ ലേക്ക്, ഇതിനെ ചുറ്റി വരാനാണ് കേട്ടോ നമ്മൾ പോണത്. നമ്മളതേ ആ ഭാഗത്തൊക്കെ എത്തും. നമ്മൾ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. കമ്പനി ടച്ച് ചെയ്യണ്ട കേട്ടോ. ആ മഷ്റൂംസ് ഒന്നും അങ്ങനെ ടച്ച് ചെയ്യാനൊന്നും പാടില്ല. മസാല പൊട്ടിച്ചെടുക്കും, എന്നിട്ട് വീട്ടിലേക്ക് വന്നു. നമ്മളിപ്പോ കാർ എടുത്തിട്ട് ഒരു 500 മീറ്റർ നടന്നതാണ്. ഇനിയുണ്ട് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ നമ്മൾ നടക്കാറുണ്ട്. ഈ ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 6 കിലോമീറ്റർ കൂടുതൽ ഉണ്ടാവും. നടക്കണം. ഓക്കെ കാശി നടക്കല്ലോ. ഗുഡ് ബോയ് അല്ലേ? അപ്പൊ എടുക്കാൻ പറഞ്ഞ് അപ്പൊ ഞങ്ങള് നൈസില് ഇങ്ങനെ ചാടി ചാടി കൊണ്ടുപോകണം അവനെ. അപ്പൊ അവൾക്കും ചാടണം. നമ്മുടെ കുട്ടികൾ വലിയ കുകളായില്ലേ? ബേബി അല്ലേ? നടന്നോണ്ടിരിക്കാണ്. നീ നല്ല കുട്ടിയായിരുന്നു. ഞാൻ നടന്ന് നടന്ന് നിൽക്കുന്നു. കുതിരയുടെ അടുത്തേക്ക് പോവാ. എവിടെയാ കുതിര? ആ ഒന്ന് നടക്ക് കമണി. ഒരു സൈഡിലേക്ക് ഡോഗ് ഉണ്ട്. ഓക്കെ ആ പോട്ടെ 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 പോട്ടെ. ഓക്കെ ഇത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാലില്ലേ ഈ ഒരു മല കണ്ടോ? അത് നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് കാണാട്ടോ. പ്രത്യേകിച്ചും വിന്റർ ആകുമ്പോൾ നന്നായിട്ട് കാണാം കേട്ടോ. വിന്റർ ആകുമ്പോൾ മരങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഡയറക്റ്റ് കാണാവുന്ന ഒരു മലയാണ്. അടിപൊളി സംഭവമാണ്. നമ്മളെന്തായാലും ആ ഭാഗത്തേക്കല്ല പോകുന്നത്. കമ്മണി അടുത്ത ദിവസം പോകുന്നത് മിക്കവാറും ആ ഭാഗത്തേക്കായിരിക്കും. കൺമണിക്ക് അടുത്ത ദിവസം ബുധനാഴ്ച ട്രക്കിംഗ് ഉണ്ട് ഗാർഡനിന്ന്. അപ്പൊ മിക്കവാറും അവര് അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ കയറിയിട്ട് അങ്ങനെ ഇറങ്ങാനായിരിക്കും. നമ്മൾ ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പോൾ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇതുവരെ ഒക്കെ ഓക്കെയാണ്. പക്ഷെ കാശ് ഇത്തിരി അലമ്പാണ്. അതായത് അവന് നടക്കാൻ വയ്യ. അപ്പോൾ പതുക്കെ അവളുടെ മേല് കയറിയിട്ടുണ്ട്, നമ്മുടെ മേല് കയറിയിട്ടുണ്ട്. കമ്മണി സ്റ്റിൽ ഉഷാർ. അടിച്ചോ. അങ്ങോട്ട് പോവല്ല, അവിടെ നിന്ന് വീതിയാണ് മക്കളെ. കണ്ടോ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇപ്പുറത്ത് കൂടെ വരും. പൈപ്പിൽ കൂടെ അങ്ങോട്ട് ഇതേ റെഡ് കളറിലുള്ളിടത്താണ് നമ്മളിവിടെ. നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെ
വീണ്ടും നമ്മൾ ഇവിടെ എത്തും. ഓക്കെ. ഇവിടെയാണ് ആ വെള്ളം. ഈശ്വര ചേച്ചി സോറി ചേച്ചി. കളർ കാണിച്ചു തന്നില്ല അതാ. എന്നിട്ട് ഇപ്പൊ ഈ യൂറോല്ലേ റൗണ്ട് ആയിട്ടാണ് ഈ കാടൊക്കെ പോയത്. പണ്ടൊക്കെ ഇവിടെ കാടായിരുന്നു എന്നാണ് ഇവള് പറയണേ. അതായത് ഇപ്പൊ അനിമൽസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഇല്ലില്ല. ഇപ്പൊ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതുണ്ടല്ലോ ഇവിടെ അനിമൽസ് ഒന്നുമില്ല. ആദ്യം ഇവിടെ കരടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ഹാഗ്യഹോഗത്ത് എന്ന് പറയുന്ന ഇതിന്റെ ഒരു ഏരിയ ആണ് ഇവിടെ. ഈ ഭാഗത്ത് കരടിയുടെ ഗുഹ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പണ്ട് ട്രയൽ ട്രക്കിംഗ് എന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് കാശിനെയും കൊണ്ട് സ്ട്രോറും കൊണ്ട് എല്ലായിടത്തേക്കും പോകാൻ പറ്റില്ല. പക്ഷെ ഇവന് മറ്റേ സാധനം ഉണ്ടല്ലോ, ഇവന്റെ കങ്കാരു ബാഗ് എടുക്കണം. അതില്ലാണ്ട് കാര്യം നടക്കില്ല. കണ്ട കാലെല്ലാം നടന്നു. ഓ കമ്മണി ഇവിടെ വന്നിട്ടുണ്ട് ടൂറ്. അതെ ഇവള് കൺമണിക്കുട്ടി പണാകിയെന്ന മൂസസ് ആയിരുന്ന സമയത്ത് ഇതിലെ വന്നിട്ടുണ്ടെന്നാ പറയണേ. അതായത് മനസ്സിലായി. ക്യാമറാമാൻ ഇപ്പൊ തന്നെ നമ്മുടെ ക്യാമറാമാൻ തോട്ട് പോയല്ലേ ലേക്കിലോട്ട്. കാരണം നമ്മുടെ ഇത്ര നേരം നമ്മുടെ സൈഡിലുണ്ടായിരുന്ന ലേക്കിലെ ഇപ്പൊ നമ്മൾ താഴോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും കുറച്ച് കയറി കഴിഞ്ഞു. ആ കാണുന്ന പാലം പിന്നെ അവിടെ നിന്നാണ് നമ്മൾ വരുമ്പോൾ ഫോട്ടോ എടുത്തത്. മക്കൾക്ക് വെള്ളമൊക്കെ കുടിക്കണം. ഇത് വെള്ളമല്ല കേട്ടോ, ഇത് സാഫ്റ്റാണ്. അലർജി ഡ്രിങ്ക് ആണ് കുട്ടികളുടെ അലർജി ഡ്രിങ്ക്. ഡോഗിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഹായ് ഹായ്. മച്ചാനെ കടിക്കരുത് കേട്ടോ, നാളെ മിഠായി പിടിച്ചിട്ടോ. അമ്മണി ഇല്ല കമ്മണി വീഴില്ല എന്നാണ് കമ്മണി പറഞ്ഞേക്കണ. കാരണം അവളെ പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സാഹസികമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാശൂട്ട്. ചെറീസ് ഉണ്ട് കേട്ടോ. കണ്ടോ ചെറീസ് ഒക്കെ വീണ് കിടക്കുന്നുണ്ട്. കണ്ടോ ചെറീസ്, ഇത് ചെറിയുടെ മരമായിരിക്കും. ആണ് നമ്മൾ ചെറീസ്. ഇതിന് സമയം ആവുന്നുള്ളൂ. ഇപ്പൊ വാടി വീണാണ്. എന്താണ് ഗായ്സ് ഇത് വലിയൊരു പേരുണ്ട്. ഞങ്ങൾ 4 പേര് ചുറ്റിപ്പിടിച്ച് വീഡിയോസിന് ഒരു വലിയ മരം. കുറച്ച് ഗ്യാപ്പൊക്കെ കാശൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു അടിപൊളി സ്പോട്ടാണ് ഗൈസ്. അതായത് നമ്മളിത് കുറേ ഇംഗ്ലീഷ് ചാനലിലൊക്കെ കാണാറുള്ളതാണ് ഇങ്ങനെ തൂങ്ങിയാടി താഴോട്ട് ചാടുന്നത്. നമ്മുടെ നാട്ടിലുണ്ടാവും. ഇതിപ്പോൾ എങ്ങനെ അങ്ങോട്ട് എത്തിക്കും എന്നുള്ളത് ഒരു ചടങ്ങാണ്. ചെളിയിൽ ചാടല്ലടാ തെക്ക. ദൈവമേ കൊമ്പ് പൊട്ടി ചാടോ ദൈവമേ ഈശ്വര. എന്റെ മോനെ നീ ഇങ്ങോട്ട് പോരടാ. നമ്മൾക്ക് ചേർന്നോ?
ഈ കൈ ഇപ്പുറത്ത് പിടിക്കും. ഈ കൈ ഇപ്പുറത്ത് നല്ല ബലത്തിൽ പിടിക്കണം, നീ താങ്ങി നിക്കണം. ഇവിടെ ഇവിടെ ഈ കൈ ഇവിടെ. ഓക്കെ പിടിച്ചാ പിടിച്ചാ ഞങ്ങള് എന്നാ കാശുവിന്റെ അടുത്ത് കാശ് റെഡ് കളർ ആവുമ്പോ എന്റെ കൈ ഇങ്ങനെ പിടിച്ചാലൊന്നും പറ്റില്ലടാ, ഇത് ഇങ്ങനെയൊന്നും അല്ലടാ. ഞാൻ വിട്ട കാശ് ഇപ്പൊ ആകാശത്തേക്ക് ഇത് പൊടി വരും, പൊടി വരും, രണ്ടുപേരും മാറിക്കോ. പൊടി വരും, പൊടി കണ്ണിക്ക് പൊടി വരും. ഇപ്പൊ നമ്മൾ ഏകദേശം തുടങ്ങിയ സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം പറയാൻ പറ്റുള്ളൂ, ഇനി കുറച്ചും കൂടെ അതിലേക്ക് കടന്നു പോകാനുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചു നേരം ബ്രേക്ക് എടുത്തതാ. കൺമണിക്കുട്ടി ടയേർഡായി, അവൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ആപ്പിള്, ബ്രെഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവൾക്കത് കൊടുക്കണം. പക്ഷെ അവൾക്ക് ജിഷ്ണു അങ്കിള് അവളുടെ ഫേവറേറ്റ് ചക്ക വറുത്തത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് തിന്നുകൊണ്ടിരിക്കുകയാണ് അവള്. എന്റെ ഇടയിൽ കളിക്കാൻ പോയേക്കാം, അതൊക്കെ അവിടെ കളിക്കാൻ നോക്ക. ജിഷ്ണു അങ്കിളാണ് ഇവരെക്കാളും ചെറിയ കുട്ടി. അടിക്കടാ കാശിന്റെ റിയാക്ഷൻ ഒക്കെ. കാശിന്റെ റിയാക്ഷൻ നോക്കടാ. ഒന്നൂടെ ഇല്ലെങ്കിൽ ഞങ്ങള് ഫോട്ടോ ഇങ്ങനെ ചോദിച്ചോ. കമ്മണി കാച്ചി വന്നേക്ക് കുതിരൊക്കെയാ. ബേബി നമ്മ എടുക്കണോ? കുറച്ച് സാഹസികതയുണ്ട്. കൺമണിനേക്കാൾ പേടി എനിക്കാ. ദൈവമേ, ഹായ് ഹായ്. നിക്ക് നിക്ക് നിക്ക്. അയ്യോ ധനുഷേട്ടാ ഒരു മിനിറ്റ്. വരുന്നുണ്ട് ആ ചേച്ചി. ചേച്ചി അതെങ്കിലും ചേച്ചി സംഭവം ഇതൊക്കെ വളർത്തുന്ന കുതിരകളാണ്. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ശീലമില്ലാത്ത കാരണം കൊണ്ട് നമുക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ അതിസാഹസികമായി കുതിരക്കാട് കടന്ന് ഇപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി കുറച്ചും കൂടി ഉള്ളതെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതെ അതെ, ഇനി ഒരു 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്.
ചാടിക്കോ. വെള്ളം വെള്ളം ചാടാതെ പോയിക്കോ. ടിസ്കു ടിസ്കു എടുക്കാൻ. ചേട്ടാ നിങ്ങളിതൊക്കെ മിസ് ചെയ്തിട്ടോ. നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം. നമ്മളത് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അവള് വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു എന്ന് പറയണേ കമ്മണി. നമുക്ക് പോയി നോക്കാം. വെള്ളച്ചാട്ടം കണ്ടുവോ? വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ ചാടി കിടക്കണോ? ഞാൻ ആദ്യം കിടക്കട്ടെ. വെള്ളച്ചാട്ടം കാടിന്റെ ഉള്ളിൽ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചേ. വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേട്ടോ. പതുക്കെ പതുക്കെ വീഴും, പതുക്കെ. അത് തടുക്കരുത് തടുക്കരുത്. തടഞ്ഞു കഴിഞ്ഞാലായിരിക്കും വീഴുക. നമ്മുടെ ലേക്ക് അവിടെ കാണുന്നു. ഇപ്പം നമ്മളതിന് കുറച്ച് മാറിയിട്ട് പോന്നു. പക്ഷേ നമ്മൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. കാച്ചു എന്താ സൂപ്പർ അല്ലേ? ഏ കമ്മണി സൂപ്പർ അല്ലേ? സൂപ്പർ ഡൂപ്പർ. രണ്ടുപേരും ഭയങ്കര എനർജറ്റിക് ആണ് ഇപ്പോഴും. അതുകൊണ്ട് ഞങ്ങളും ഹാപ്പിയാണ്. ട്രക്കിംഗ് മരിക്ക് മരിക്ക് മരിക്ക്. എന്താ കമ്പനി ഇതിന്റെ പറയാ? കമ്പനി ഇതിന് പറയാ മരിക്ക് മരിക്കോ? അതായത് എന്താണ്? നമ്മുടെ മണ്ണിരയാണ് ഇവിടെ പറയാ. മരിക്ക് മരിക്കുന്നാണ്. മരിക്ക് മരിക്കല്ല മരിക്ക്. അവളതിനെ മരിക്ക് മരിക്കെന്ന് പറയുന്നു. പോട്ടെ അതിന്റെ പട്ടണം പോയിക്കോട്ടെ. ഓ നിന്റെ ലാവൂല് മാത്രമേ മരിക്കുള്ളൂ ഇവിടെ. കമ്പനി പാർക്ക് എടുക്കരുതോ, പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. ഈ
മരത്തില് ഒരുപാട് ചെറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ലടാ. ഈ റെഡ് കളർ ഉണ്ടായി നിൽക്കുന്നതൊക്കെ ചെറിയാണ്. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയുന്നില്ല, വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നു. കാട്ടി കൊടുക്കണം. ഇത് ചെറി ഇവിടെ നിലത്തൊക്കെ വീണ് കിടപ്പുണ്ട്. എന്താ പറഞ്ഞേ? ഇനി എത്രയാ കിളിക്കൂട്? ഞാൻ അവളോട് ചോദിക്കായിരുന്നു, അവർക്ക് കാല് കളിക്കണ്ടോ, അവിടെ ഇരിക്കണം, ബെഞ്ചുണ്ട്, ബെഞ്ചിൽ ഇരിക്കാമെന്ന് പറഞ്ഞത് അവളുടെ അടുത്ത്. ഇരിക്കണോ? ഇരിക്കണ്ട അത്രേ. സാഫ്ത കൂടി ബ്രേക്ക് എടുക്ക്. കാച്ചു പോയിരിക്കണം നമ്മളെ കൂടെ. ബ്രേക്ക് 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 വേണ്ടേ? എല്ലാത്തിനും റെസ്റ്റ് വേണ്ടേ? ഇന്ന് കഴിക്കാൻ വേണോ? ബ്രെഡ് ഉണ്ട്. നമ്മൾ ടെന്റ് ചെറുതായിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ടെന്റ് കെട്ടിയിട്ട് നോക്കുള്ളൂ, ചിലപ്പോൾ ഇവിടെ നിൽക്കുള്ളൂ. ജസ്റ്റ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നമ്മൾ ആക്ച്വലി ടെൻ്റൊക്കെ മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് ടെൻറ്റിങ്ങിന് വരുന്നത്, ക്യാമ്പിങ്ങിന് വരുന്നത്. ഭയങ്കര വിളിച്ച എന്നെ കാണുന്നുണ്ടോ? അങ്ങനെ നമ്മള് ലാസ്റ്റ് ഫൈനലി നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. അടുത്ത് തന്നെ വെള്ളമുണ്ട്, വേസ്റ്റ് കളയാനുള്ള ഏരിയ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് ഉണ്ട്, ഫയർ പ്ലേസ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു സ്ഥലത്ത് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ സമ്മറിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ടെൻ്റ് അടിക്കുന്നത്. കൺമണി കാശുള്ള ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അമ്മ വന്നേ എന്തോ ഞങ്ങളുടെ രണ്ടുപേരുടെ ബാഗ് എടുക്കുക. ഇവരിവിടെ ഓൾറെഡി കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അവരുടെ ബാഗിലുള്ള ടോയ്സും കൂടി എടുത്തിട്ട് കളിക്കണം എന്നൊക്കെയാണ് ഈ പറയുന്നത്. ഓക്കെ, ഞാൻ ബ്രെഡ് തരാം. ഫുഡ് തരട്ടെ? ഞാൻ കടിച്ച ആപ്പിള്. ഓക്കെ, കാച്ചിൽ എന്താ വേണ്ടേ? ആപ്പിൾ. ഓക്കെ, നമ്മള് അപ്പൊ നൈറ്റ് വരെ സ്റ്റേ ചെയ്യണം. നമ്മള് നൈറ്റ്
നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് കൺമണി മോള് പറയണേ. പക്ഷെ ഇത് സൺഡേ അല്ലേ, നമുക്ക് നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യില്ല. കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോവാം. ഇതൊരു ട്രയൽ ക്യാമ്പിംഗ് ആണല്ലോ. ട്രയൽ ക്യാമ്പിങ്ങിന് വന്നല്ലേ. ഇവിടെ നിൽക്കണം കുറച്ചേരം ഇവിടെ. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രയൽ സക്സസ് ആയിരിക്കുകയാണ്. നമുക്കിനി നെക്സ്റ്റ് വീക്കെൻഡോ അല്ലെങ്കിൽ സമ്മറിൽ തന്നെ എപ്പോഴെങ്കിലും നല്ലൊരു ട്രക്കിംഗ് ആയി വന്ന് നല്ല സെറ്റപ്പ് ആയി പാക്ക് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വരണം. എന്നിട്ട് നമ്മളിവിടെ നിൽക്കും. നമുക്ക് വീട്ടിൽ പോകണ്ട. സോവേ പൂസയൊന്നും എടുത്തിട്ടില്ല നമ്മള്. നമുക്ക് രാത്രി ആകുമ്പോ തണുക്കും ഇവിടെ കിടന്നാല്. അപ്പൊ എന്തായാലും നമ്മുടെ ട്രയൽ ട്രക്കിങ് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഏകദേശം ഒരു 6 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. മക്കളെ കൊണ്ടൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സമ്മറിലൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും കേട്ടോ. പ്രശ്നമൊന്നുമില്ല. കൺമണി മോള് ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ജിഷ്ണു കാശുനിയും കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. കടന്നു വരില്ലല്ലോ കമ്പനി എനിക്ക്. അരി പോള് പവർ ഷോട്ട്. സിക്സർ. കാത്തി